ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പഞ്ചാബ് കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള കളി. ശ്രേയസ് അയ്യർ നിറഞ്ഞാടിയ ഒരു കളി. വെറും 42 ബോളിൽ 97 റൺസ് എടുത്ത് ഈ കളിയുടെ മാൻ ഓഫ് ദ മാച്ച്. ഒരു ക്യാപ്റ്റൻ്റെ കളി എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തൊരു മാച്ച്. ഈ ഒരു 5 മാച്ചുകൾ കഴിയുമ്പോൾ ക്യാപ്റ്റന്മാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഋഷഭ് പന്താണ് ഒരു കളി കളിക്കാത്തൊരു മനുഷ്യൻ. അജിങ്ക്യ രഹാനെ, സഞ്ജു സാംസൺ, ഇപ്പോൾ ശ്രേയസ് അയ്യർ. അങ്ങനെ നോക്കുമ്പോൾ ക്യാപ്റ്റനാകുമ്പോൾ ശരിക്കും ഒരു മനസ്സിനൊരു കുറച്ചൊരു ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ തലയിലൊരു ഭാരം ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഈ ഒരു 5 കളി കാണുമ്പോൾ ശരിക്കും ക്യാപ്റ്റന്മാരൊക്കെ വളരെ അനായാസകരമായിട്ടാണ് അടിച്ച് കളിക്കുന്നത്. അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് അത് ശരിക്കും നന്നായിട്ട് കളിക്കണതിന് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ്. കാരണം 2020-ലൊക്കെ ഒരു പ്രഷറൊക്കെ ഉണ്ടാകുമ്പോൾ മുട്ടി കളിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ അത് നമുക്ക് തന്നെ ഒരു മടുപ്പ് വരും. പക്ഷേ ഈ ഒരു IPL-ൽ എന്തായാലും കുറച്ച് കാര്യങ്ങൾ നല്ല ശുഭപ്രതീക്ഷയോടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അതിലൊരു കാര്യം ഇങ്ങനെ ക്യാപ്റ്റൻസൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കളി കഴിയുമ്പോഴും ഓരോരോ മുഖങ്ങൾ അല്ലെങ്കിൽ ഓരോരോ താരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. വിഘ്നേഷ് ആയിക്കോട്ടെ, അശുതോഷ് ശർമ്മ ആയിക്കോട്ടെ, പ്രിയാൻഷ് ആര്യ ആയിക്കോട്ടെ, സായി സുദർശൻ ആയിക്കോട്ടെ, ഇവരൊക്കെ വെറും ഈ ഒരു 5 കളികളിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കളികളിൽ എത്ര പേരിനി ഉയർന്നു വരാനുണ്ടാവും? ഈ ലേലത്തിനോട് ശരിക്കും എനിക്ക് നല്ലൊരു വിയോജിപ്പുണ്ടായിരുന്നു. ഒരുപാട് പുതുമുഖങ്ങൾ എടുത്തിട്ടുണ്ട്, എന്തിനാണ് ഇവരൊക്കെ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് ക്ലിക്കായോ എന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം എന്താണോ ഈ ടീം ഓണേഴ്സ് അവർ തിങ്ക് ചെയ്തത് അത് ക്ലിക്കാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പക്ഷേ അവർ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. കാരണം ഈ ഒരു ക്യാപ്റ്റന്മാരൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ കളിക്കുന്ന സീനിയേഴ്സ് എല്ലാം ഇനിയൊരു യുവത്വമില്ലാത്തവരായിരിക്കും. ഇനിയൊരു കളിക്ക് താല്പര്യമില്ലാത്തതല്ല, അതിനുള്ള ഒരു ശാരീരിക ക്ഷമതയും അതുപോലെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒന്നും ഉണ്ടായിക്കോളുന്നില്ല. കാരണം എല്ലാവർക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 വയസ്സൊക്കെ ആയിരിക്കുന്ന സമയമൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ സീനിയർ താരങ്ങളൊക്കെ ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു മാച്ചോട് കൂടിയിട്ട് അവർ റിട്ടയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത IPL-ലേക്ക് മുതൽക്കൂട്ടാവുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്നൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ് ഈ ഒരു ലാസ്റ്റ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരത്തിലാണ് ചില ആളുകളുടെ കളി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത ചില ടീമുകളിലൊക്കെ ഒരുപാട് പുതുമുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ടീം കളിയിലേക്ക് വരുമ്പം ആ ലൈനപ്പ് കാണുമ്പോൾ നമുക്ക് തന്നെ ഇവരെങ്ങനെയാണ് കളിച്ച് ജയിക്കാൻ പോണത്. ബാറ്റിംഗ് ആണെങ്കിൽ അറിയപ്പെടുന്ന 1-2 ആളുകളല്ലേ ഉള്ളൂ. പിന്നെ ഈ അറിയാത്ത പേരുകളുള്ള ആളുകളൊക്കെ നിന്നിട്ട് എങ്ങനെയാണ് അവർ ജയിക്കുക? അതും ഇൻ്റർനാഷണൽ ബോളേഴ്സ് ആയിരിക്കും ബോൾ എറിയുന്നത്. എങ്ങനെയായിരിക്കും അവർ ആ ടീമിനെ വിജയിപ്പിക്കുക? എത്ര റൺസായിരിക്കും അവരെടുക്കുക എന്നുള്ളതൊക്കെ ഒരു തോട്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രവചനങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാറ്റ്സ്മാൻമാരാണെന്നുണ്ടെങ്കിലും ബോളേഴ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരുത്തരാണ് ഇപ്പോൾ ശരിക്കും തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഇനി വരുന്ന IPL-കളിൽ ശരിക്കും ഇവരൊക്കെ ആയിരിക്കും അടുത്ത വരുന്ന IPL-കളിലെ മിന്നുന്ന താരങ്ങളും ഭയങ്കര വിലപിടിപ്പുള്ള താരങ്ങൾ. ഇനി അടുത്ത IPL ഓപ്ഷനൊക്കെ നടക്കുമ്പോൾ ഈ വിഘ്നേഷിന് അതുപോലെ ഈ അശുതോഷ് ശർമ്മയ്ക്കൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വില ഉണ്ടാവുക. എന്തായാലും ഇന്നലത്തെ കളിയിലേക്ക് നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസുമായിട്ട് ആ ഒരു ക്യാപ്റ്റൻ്റെ ആ ഒരു മിന്നുന്ന പ്രകടനവുമായിട്ട് ശ്രേയസ് അയ്യർ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പം അതിന് നല്ലൊരു സപ്പോർട്ട് കൊടുത്ത പ്രിയാൻഷ് ആര്യ അതുപോലെ ശശാങ്ക് സിംഗ്, 2 പുതിയ കളിക്കാർ. അതുപോലെ തന്നെ ശരിക്കും ഈ പ്രിയാൻഷ് ആര്യയുടെ ഒരു ക്യാച്ച് ആദ്യം തന്നെ മിസ്സായതാണ്. അങ്ങനെ ഒരു ഭാഗ്യത്തിൻ്റെ പുറത്താണ് പ്രിയാൻഷ് ആര്യ പിന്നെ അത്യാവശ്യം നല്ലൊരു സ്കോർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലത്തെ മാച്ചിൽ കണ്ടൊരു കാര്യം, ഗുജറാത്ത് ടൈറ്റൻസിന് അത്യാവശ്യം നല്ല ബോളേഴ്സ് ഉള്ളതാണ്. അവരുടെ ആ ഒരു ബോളിംഗ് ലിസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ബോളേഴ്സ് ശരിക്കും എറിഞ്ഞിടും പഞ്ചാബ് കിങ്സിനെന്ന്. പക്ഷേ സംഭവിച്ചത് ശരിക്കും അതൊന്നുമല്ല. ശരിക്കും ബോളേഴ്സ് ശരിക്കും പരാജയപ്പെട്ട ഒരു കളിയായിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ.
പ്രസിദ്ധ് കൃഷ്ണ, റബാദ, റാഷിദ് ഖാൻ, സിറാജ്, ഇങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ബോളേഴ്സ് കാണുമ്പോൾ തന്നെ ശരിക്കും ബാറ്റ്സ്മാൻമാരെ മുട്ടടിക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും ഒരു തവണ പോലും ഈ ബാറ്റ്സ്മാൻമാരൊന്ന് വിറപ്പിക്കാൻ വേണ്ടിയിട്ട് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഈ പേര് കേട്ട ബോളേഴ്സിന് പറ്റിയിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യം. മാക്സ്വെല്ലിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കൂടുതൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നതാണ്. മാക്സ്വെൽ IPLൽ ജോയിൻ ചെയ്തത് മുതൽ നമ്മൾ മാക്സ്വെല്ലിൻ്റെ ആ ഒരു വെടിക്കെട്ട് ഇന്നിങ്സിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കൊതിക്കുന്നതാണ്. പക്ഷേ മാക്സ്വെൽ പല സമയത്തും ഏറ്റവും കൂടുതൽ മാക്സ്വെൽ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അത് ഇത്തവണയും നമ്മൾ ഈ അവസാന മാച്ചിൽ നമ്മൾ കണ്ടു, മാക്സ്വെൽ ഡക്കടിച്ച് പോണ ഒരു കാര്യം. പക്ഷേ മാക്സ്വെൽ നല്ലൊരു സ്പിന്നറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ബോൾ ചെയ്ത് ഒരു വിക്കറ്റും എടുത്തിട്ടുണ്ട്. ചാഹൽ കുറച്ചും കൂടി നന്നായിട്ട് ബോളറെന്ന് പ്രതീക്ഷിച്ചത്. ചാഹൽ ശരിക്കും മാനസികമായിട്ടുള്ള ഒരു ചെറിയ പ്രയാസത്തിലും കൂടിയാണ്. കാരണം ഭാര്യയുടെ ഡൈവേഴ്സ്, അതേപോലെ ഭാര്യയ്ക്ക് ഒരു 4 കോടിയോ 4.5 കോടിയോ നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് ആകെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടായിരിക്കണം കൂടുതൽ വിക്കറ്റൊന്നും ചാഹലിന് ലഭിക്കാതിരുന്നത്. എന്തായാലും ചാഹലിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് ചാഹൽ ആ പഴയ ആ ഒരു ചടുലതയുള്ള ആ ഒരു കളിക്കാരനായിട്ട് തിരികെ വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലുള്ള എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും. സായ് കിഷോർ, ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബോളർ, പഞ്ചാബ് കിങ്സിൻ്റെ 3 ബാറ്റ്സ്മാൻമാരെ പുറത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള വളർന്നു വരുന്ന താരങ്ങളെ നമുക്ക് ഫ്യൂച്ചറിൽ ഇനിയും കാണാം, നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. 11 റൺസിനാണ് പഞ്ചാബ് കിങ്സ് ജയിച്ചതെന്നുണ്ടെങ്കിലും ആ ജയത്തിനൊരു നല്ലൊരു തിളക്കമുണ്ട്. ആ ഒരു ക്യാപ്റ്റൻ്റെ ആ ഒരു മിന്നുന്ന പ്രകടനത്തിന് ശരിക്കും നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ബട്ട്ലറിനെ കൈവിട്ട തീരുമാനം രാജസ്ഥാൻ റോയൽസിന് ഏറ്റ ഒരു മണ്ടത്തരായിരുന്നു വീണ്ടും അവസാന കളിയിൽ ബട്ട്ലർ തെളിയിച്ചിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ശരാശരി ഉണ്ടായിട്ട്, ഇത്രയും സ്റ്റേബിളായിട്ടുള്ളൊരു കളിക്കാരനെ, ഓരോ കളിയിലും അത്യാവശ്യം നല്ല റൺസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാരന് എന്തിനു വേണ്ടിയിട്ടാണ് രാജസ്ഥാൻ റോയൽസ് കൈവിട്ട്? ഇക്കഴിഞ്ഞ കളിയിലും 4 4ഉം 2 6 അടക്കം 54 റൺസ് എടുത്ത് വളരെ നല്ല പ്രകടനം ബട്ട്ലർ ചേട്ടൻ കാഴ്ചവെച്ചിട്ടുണ്ട്. എന്തായാലും IPLലെ ഒരു ശരിക്കും വർത്തായിട്ടുള്ള ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ തന്നെയാണ് നമ്മുടെ ജോസ് ബട്ട്ലർ. ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടിയിട്ട് സായ് സുദർശന് 74ഉം ഗില്ല് 33ഉം ബട്ട്ലർ 54ഉം റൂദർഫോർഡ് 46 റൺസും അടിച്ച് മാക്സിമം ശ്രമിച്ചെങ്കിലും ജയിക്കാൻ പറ്റിയിട്ടില്ല.